ഇറാനിൽ മറ്റൊരു വിപ്ലവം നടത്തി ഭരണം അട്ടിമറിക്കാനും അവിടെയും അമേരിക്കൻ കിങ്കരന്മാരെ പ്രതിഷ്ഠിക്കാനും പെടാപ്പാടുപെട്ട ഇസ്രായേൽ ഇതാ സ്വന്തം കുഴി തോണ്ടുകയാണ് ചെയ്തത്. ഇറാനിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച് നെതന്യാഹുവിന്റെ കസേര തെറിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്നിട്ടും നെതന്യാഹുവിന്റെ അഹങ്കാരത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഗാസയെ മുഴുവനായും ഇങ്ങോട്ടേക്ക് എടുക്കാനാണ് ഇപ്പോൾ പുറപ്പാട്. എന്തായാലും ചെയ്തതിനൊക്കെ നെതന്യാഹുവിന് പണി കിട്ടുന്നുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. ഞാൻ വാർത്തയിലേക്ക് വരാം. ഗസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹുവിന്റെ ഈ നീക്കം. പൂർണ്ണമായും തകർന്ന ഗാസയെ ഇനി നശിപ്പിക്കാൻ ഒട്ടും ബാക്കിയില്ലാഞ്ഞിട്ടും തകർക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത്. ഹമാസിനെ കുടുക്കാനാണെന്ന പേരും നൽകിക്കൊണ്ട് മുഴുവൻ ഫലസ്തീൻ വംശജരെയും നശിപ്പിക്കാനാണ് അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. അത്രത്തോളം നരഹത്യ നടത്തിയിട്ടും മതിയാകാതെ വന്ന ഇസ്രായേൽ ഇപ്പോൾ പൂർണ്ണമായും ഗാസയെ പിടികൂടാനാണ് ശ്രമിക്കുന്നത്. ഗാസ മുൻപ് പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്ന് നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മന്ത്രിമാർ പറഞ്ഞു. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗാസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാട് സ്വകാര്യ സംഭാഷണങ്ങളിലാണ് നെതന്യാഹു മന്ത്രിമാർക്ക് മുൻപാകെ അവതരിപ്പിച്ചത്. ഞങ്ങൾ ഗാസ മുനമ്പിന്റെ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണ് നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സുരക്ഷാ മന്ത്രിസഭാ യോഗം നെതന്യാഹു വിളിച്ചേക്കും. ഗാസയിലെ പൂർണ്ണ അധിനിവേശത്തിന് ഇസ്രായേൽ പ്രതിരോധ സേന എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേനാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് IDF നൽകുന്നത്. ബന്ദികൾക്കൊപ്പം സൈനികരുടെ ജീവനും കൂടുതൽ അപകടത്തിലാകുന്ന നീക്കമായിരിക്കുമെന്ന മുന്നറിയിപ്പും IDF നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നീക്കം ചെയ്യാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ സമ്പൂർണ്ണ അധിനിവേശത്തെ എതിർത്താൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്ന് നെതന്യാഹുവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഓപ്പറേഷൻ ഉണ്ടാകും. നെതന്യാഹുവിന്റെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഭാഗത്ത് ഗാസയിൽ പൂർണ്ണമായും അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം തിരിച്ചറിയുന്നേയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അധികാരം നെതന്യാഹുവിന്റെ കയ്യിൽ നിന്നും ഊർന്നു പോവുകയാണ് എന്ന വലിയ സത്യം. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഭരണമാറ്റത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ട നെതന്യാഹു ഇപ്പോൾ സ്വന്തം രാജ്യത്ത് അതേ വിധിയാണ് നേരിടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച നെതന്യാഹുവിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവന് സ്വന്തം സൈന്യത്തിന്റെ ഭീഷണി നേരിടേണ്ടി വരികയാണ്. ഖമേനിയുടെ ദീർഘവീക്ഷണവും ധീരമായ നേതൃത്വവും ഇറാനെ ശക്തമായി നിലനിർത്തിയപ്പോൾ നെതന്യാഹുവിന്റെ പരാജയപ്പെട്ട ഇസ്രായേലിന്റെ അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടു. ഗാസ പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ അശുദ്ധമായ പദ്ധതിയാണ് ഇസ്രായേലിനെ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഇയാൽ സമീർ ഈ നീക്കത്തെ എതിർത്ത് രംഗത്ത് വന്നത് ഇതിന്റെ സൂചനയാണ്. ഗസയിലേക്കുള്ള സൈനിക നീക്കം ഒരു കെണിയാണെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ നെതന്യാഹു തന്റെ അധികാര ദുരുപയോഗം തുടർന്നു. സൈന്യത്തിന്റെ ഉപദേശങ്ങൾ പാടെ അവഗണിച്ചു. ഇതിനിടെ നെതന്യാഹുവിന്റെ മകൻ യേർ നെതന്യാഹു സമീറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. അദ്ദേഹത്തെ കലാപത്തിന്റെയും സൈനിക അട്ടിമറിയുടെയും മുഖ്യ സൂത്രധാരകനാണെന്ന് ആരോപിക്കാനും അയാൾ മടിച്ചില്ല. ഈ ആരോപണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ ഐക്യത്തെ തകർത്തുകൊണ്ടാണ്. നെതന്യാഹുവിന്റെ അനാവശ്യ ഇടപെടലുകൾ സ്ഥിതി വഷളാക്കി. നെതന്യാഹുവിന്റെ ഭരണത്തിനെതിരെ സൈന്യത്തിലെ പ്രബല വിഭാഗം തിരിയുന്നതിന്റെ സൂചനകളും വ്യക്തമാണ്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സമീറിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ഗാസയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതി ബന്ദികളുടെയും സൈനികരുടെയും ജീവൻ അപകടത്തിലാക്കുമെന്ന് സമീർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ നെതന്യാഹു ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ച് സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഗാസയിലെ യുദ്ധം ബോംബിങ്ങിലൂടെയും കൂട്ടക്കൊലകളിലൂടെയും നിരപരാധികളുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തി. ഇതിനെല്ലാം വിപരീതമായി ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ രാജ്യത്തെ ശക്തനായി ഐക്യത്തോടെ നയിക്കുകയാണ് ഇപ്പോഴും. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തി. ഖമേനിയുടെ തന്ത്രപരമായ നേതൃത്വത്തിന് കീഴിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും ഇറാൻ ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രതിസന്ധി മുതലെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഖമേനിയുടെ ദീർഘവീക്ഷണം ഇറാനെ അജയ്യനാക്കിയപ്പോൾ നെതന്യാഹുവിന്റെ ദുരഭിമാനവും അശുദ്ധമായ തീരുമാനങ്ങളും ഇസ്രായേലിന്റെ ആഭ്യന്തര സംഘർഷത്തിന്റെ വക്കിലാണ് കൊണ്ടെത്തിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും നെതന്യാഹുവിന്റെ ഭരണം ഏത് നിമിഷവും തകർന്നേക്കാമെന്ന അവസ്ഥയാണ് ഇസ്രായേലിലുള്ളത്.
നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലും ഭിന്നതകൾ രൂക്ഷമാണ്. സൈനിക മേധാവി ഇയാൽ സമീറിനെ നിയമിച്ചതിന് കാറ്റ്സിനെ വിമർശിച്ചുവെങ്കിലും കാറ്റ്സ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു നിലപാട് തന്നെയാണ്. ഗാസയിലെ യുദ്ധം തുടരുന്നത് ഇസ്രായേൽ സൈനികർക്ക് ശവപ്പറമ്പായി മാറുമെന്ന് സമീർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നെതന്യാഹു തന്റെ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ പോലും ജീവന് സുരക്ഷ ഉറപ്പാക്കാനാകാത്ത ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അന്ത്യത്തിലേക്കുള്ള തുടക്കമായിരിക്കാം ഇതൊക്കെ എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഖമേനിയുടെ ശക്തമായ നേതൃത്വവും തന്ത്രപരമായ ബുദ്ധിയും ഇറാനെ ഒരു ശക്തിയാക്കി നിലനിർത്തുമ്പോൾ നെതന്യാഹുവിന്റെ തെറ്റായ തീരുമാനങ്ങൾ ഇസ്രായേലിനെ അഘാതത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ജൂൺ മാസം നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം അലി ഖമേനിയായിരുന്നു. ഇസ്രായേൽ ആയത്തുള്ള അലി ഖമേനിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവരുടെ മേഖലയിലെ ആധിപത്യം ഉറപ്പാക്കാനുള്ള ഒരു നീക്കമായിരുന്നു. ഖമേനിയുടെ ശക്തമായ നേതൃത്വവും തന്ത്രപരമായ ദീർഘവീക്ഷണവും ഇറാനെ മിഡിൽ ഈസ്റ്റിൽ ഒരു ശക്തമായ ശക്തിയാക്കി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വ അജണ്ടകൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെ ഖമേനിയെ ഒഴിവാക്കി ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് ഇറാന്റെ സ്വാധീനവും പ്രതിരോധ ശേഷിയും ഭയമാണ്. ഖമേനിയുടെ ധീരമായ നിലപാടുകൾ പ്രത്യേകിച്ച് പലസ്തീൻ പ്രശ്നത്തിലൊക്കെ ഉള്ളത് ഇസ്രായേലിന്റെ ആക്രമണ നയങ്ങൾക്കെതിരെയും ഇറാനെ മുസ്ലിം ലോകത്തിന്റെ പ്രതീക്ഷയാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ. ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവിനെ സംരക്ഷിക്കുന്നത് അത്യന്തം ശക്തവും സങ്കീർണവുമായ ഒരു സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് നിറവേറ്റിയത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഖമേനിയുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിച്ചു. രഹസ്യാന്വേഷണ വിഭാഗവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു ഭീഷണിയെയും മുൻകൂട്ടി കണ്ടെത്തുന്ന സംവിധാനം അവരൊരുക്കി. ഇറാനിലെ ജനങ്ങൾ ഖമേനിയെ ഒരു ദേശീയ നേതാവായി മാത്രമല്ല മതപരവും സാംസ്കാരികവുമായ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇത് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ജനകീയ പിന്തുണയും നൽകുന്നുണ്ട്. ഇറാന്റെ ഈ ഐക്യവും ദൃഢനിശ്ചയവും അവരെ വിദേശ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. എന്നാൽ അമേരിക്കയുടെ ഇടപെടലുകൾ മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണമാണ്. ഇസ്രായേലിന്റെ ആക്രമണാത്മക നയങ്ങൾക്ക് പിന്തുണ നൽകി അമേരിക്ക ഇറാനെ ഒറ്റപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഇറാന്റെ ജനതയെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ശക്തമായി നിൽക്കുന്നു. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇറാനെ വിമർശിക്കുന്നതും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമാണ്. ഇറാന്റെ ധൈര്യവും ഐക്യവും ലോകത്തിന് മാതൃകയാണ്. അതേസമയം അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾ പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയും സൃഷ്ടിക്കുന്നു. ഇസ്രായേൽ ഇറാനെ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ആസൂത്രണം ചെയ്തുവെങ്കിലും തന്റെ ഭരണസ്ഥാനം സുരക്ഷിതമാക്കാൻ വലിയ വെല്ലുവിളികളാണ് അദ്ദേഹം നേരിടുന്നത്. ഇറാന്റെ ശക്തമായ പ്രതിരോധവും തന്ത്രപരമായ നേതൃത്വവും ഇസ്രായേലിന്റെ ആക്രമണാത്മക നീക്കങ്ങളെ പരാജയപ്പെടുത്തി. നെതന്യാഹുവിന്റെ നയങ്ങൾ ആഭ്യന്തര അന്തർദേശീയ തലങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കിയതും ഇതുകൊണ്ട് തന്നെ. നെതന്യാഹു ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച് 2025 നടത്തിയ ആക്രമണങ്ങൾ താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾ നൽകിയെങ്കിലും ഇറാന്റെ പ്രത്യാക്രമണങ്ങളും പ്രതിരോധ ശക്തിയും ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ ആയത്തുള്ള അലി ഖമേനിയുടെ ദീർഘവീക്ഷണത്തോടെ പ്രോക്സി യുദ്ധങ്ങളിലൂടെയും ഐക്യത്തോടെയും ഇസ്രായേലിന്റെ നീക്കങ്ങളെ ചെറുത്തുനിന്നു. ഇതിനിടെ ഗസയിലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ബന്ദികളുടെ ജീവനും സൈനികരുടെ സുരക്ഷയും അപകടത്തിലാക്കിയിട്ടുണ്ട്. ആഭ്യന്തര പ്രതിഷേധങ്ങൾക്ക് കാരണമായതും ഇങ്ങനെ തന്നെയാണ്. നെതന്യാഹുവിന്റെ ഭരണം സൈന്യവുമായുള്ള ഭിന്നതകൾ മൂലം കൂടുതൽ ദുർബലമായി. ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഇയാൽ സമീർ ഗാസ പിടിച്ചടക്കാനുള്ള പദ്ധതിയെ എതിർത്ത് അത് വലിയ നാശനഷ്ടം ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഈ ഘട്ടത്തിലാണ്. നെതന്യാഹുവിന്റെ മകൻ യേർ സമീറിനെ സൈനിക അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചതോടെ സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള പിരിമുറുക്കമാണ് രൂക്ഷമായത്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സമീറിനെ പിന്തുണച്ചതോടെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിനെതിരെ സൈന്യത്തിലെ പ്രബല വിഭാഗം തിരിഞ്ഞു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിന്റെ നയങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. കാരണം ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തിനെതിരെ വാറന്റ് വരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്ക നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രതിസന്ധി ഇറാന് മുതലെടുക്കാൻ അവസരമൊരുക്കുന്നതായി CIA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഏത് രാജ്യത്തെ തകർക്കാനാണോ ശ്രമിച്ചത് ആ രാജ്യം മറ്റൊരു രാജ്യത്തെ തകർക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നെതന്യാഹുവിന്റെ തെറ്റായ തീരുമാനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി യുദ്ധം നീട്ടിക്കൊണ്ടുപോയതടക്കം ഇസ്രായേലിനെ അസ്ഥിരതയിലേക്ക് നയിച്ചു. അതേസമയം ഇറാന്റെ ഐക്യവും പ്രതിരോധ ശക്തിയും അവരെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ശക്തരാക്കുകയാണ് ചെയ്തത്. നെതന്യാഹുവിന്റെ ഭരണത്തെ തകർച്ചയുടെ വക്കിലെത്തിക്കാൻ ഇവരെ പ്രാപ്തമാക്കിയത്, ഇറാനെ പ്രാപ്തമാക്കിയത് ഈ കുടിലത കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.